കുറച്ചു മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ജപ്പാൻ പല കാര്യങ്ങളും നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. ഹൈവേയിൽ ഒരിടത്ത് വെച്ച് ഈ ബസ് ഒരു ബ്ലോക്കിൽ പെടുന്നു. മുന്നിലോട്ടുള്ള വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല, നിൽക്കുകയാണ്. 15-20 മിനിറ്റ് നേരത്തേക്ക് ഒരു ധാരണയില്ല എന്താണ് സംഭവിക്കുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ വാർത്ത മൊബൈൽ ഫോണിൽ കണ്ടിട്ട് പറയുന്നു, നമ്മുടെ 1 കിലോമീറ്റർ മുന്നിൽ 2 ബസ്സുകൾ തമ്മിൽ മുട്ടി അവിടെ അപകടം ഉണ്ടായിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഈ ബസ്സിൽ ഞങ്ങൾ 3 മണിക്കൂർ നേരെ ഹൈവേയിൽ കടന്നു. ഈ 3 മണിക്കൂർ കടന്നു കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ ഈ ആക്സിഡന്റ് നടന്നത്തേക്ക് പോകുന്നത്. ഒരൊറ്റ മനുഷ്യൻ വണ്ടി നടക്കുന്നില്ല. ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ വണ്ടിക്ക് കത്തിരുന്നോ, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ വാർത്ത കാണാം. ഞങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ 4-5 ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ ആംബുലൻസ് വരാൻ ഇത്രയും സമയം എടുത്തു. ഞങ്ങൾ ഒരു 3/4 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടായ സംഭവം എന്താണെന്ന് കാണുന്നു. ഒരു ബസ്സിന്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ചെറുതായിരുന്നു തട്ടി എന്നതാണ് സംഭവിച്ചത്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വാഹനത്തിൽ പുറകെ കിടക്കുന്നവരെല്ലാം ഇറങ്ങി ചെല്ലും, ആ ബസ് തള്ളി സൈഡിലേക്ക് മാറ്റിയിടും, 10 മിനിറ്റിനകം വഴികളെറിയും. 10 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട വിഷയം. അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേയറ്റം എന്നുള്ളതല്ല ഒരു നാടിന്റെ വിജയം, മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റം എന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം, അത് ഒരു സംശയം വേണ്ട, നമ്മുടെ നാട് ലോകത്തിന്റെ നെറുകെ തന്നെയാണെന്ന്